ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിക്കി ഫോൾഡിങ് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് സോക്കാകുന്ന വരെ. അതിനുശേഷം കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, ക്യാബേജ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നവരെ വെക്കണം. വീണ്ടും എല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും പെപ്പറും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ഒരു ചിക്കനാണ്. അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല അതും എല്ലാം ഇട്ടിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അതും ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഈ നേരത്ത് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് മൊസറല്ല ചീസാണ്. അപ്പം അങ്ങനെ ആ ചീസ് മെൽട്ടാകുന്നത് വരെ വീണ്ടും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചീസെല്ലാം ഒന്ന് മെൽട്ടായി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫില്ലിങ് കുറച്ചിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിട്ടുള്ളൊരു പരുവത്തിലാണ് വേണ്ടത്. അങ്ങനെ എല്ലാം നന്നായി ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ 2 പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതാ ഫില്ലിങ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. 2 പീസിലും ഇങ്ങനെ ഫില്ലിങ് റെഡിയാക്കി വെക്കുക. ഇനി വേണ്ടത് ഒരു ബാർബിക്യൂ സ്റ്റിക്കാണ്. ഇപ്പോൾ ആ സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ആദ്യം ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം ക്യാപ്സിക്കം. ഇനിയിപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് 2 ഈ സ്റ്റിക്കിലൊന്ന് കുത്തിയിട്ട് പിന്നെ അവസാനം ആ ബ്രെഡ് കുത്തിയതിന് ശേഷം ഇതേപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും വീണ്ടും വെച്ച് കൊടുക്കുക. ഓവറായിട്ടൊന്നും ഫില്ലിങ് വെക്കരുത്, അപ്പോൾ പിന്നെ ഇത് പുറത്തായി പോകും. കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. പിന്നെ ഇത് ലാസ്റ്റ് വീണ്ടും ക്യാരറ്റും ക്യാപ്സിക്കവും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇനി അടുത്ത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ബാക്കി വന്ന ഈ ബ്രെഡ് പീസൊന്നും കളയണ്ട കേട്ടോ. ഇതെല്ലാം ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഒരു ഫ്രൈ പാൻ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ആക്കാം. ഇനിയിപ്പോൾ ഇത് വേറൊരു ബൗളിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. ഈ ബ്രെഡൊന്ന് മുക്കാനുള്ളൊരു ബാറ്റർ റെഡിയാക്കുന്നതാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് മെല്ലെ ബ്രെഡൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസിലും അതിലൊന്നും മുക്കുന്നില്ല, വെറും ഈ മൈദയിൽ മാത്രമേ മുക്കിയിട്ട് ഫ്രൈ ആക്കുന്നുള്ളൂ. എല്ലാം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ഈസിയാണ്. ആ ഒരു ചിക്കനും ബ്രെഡും മാത്രമേ നമുക്ക് ആവശ്യമുള്ളതുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.